കുമ്മനം ഗോപാലകൃഷ്ണ പണിക്കർ എഴുതിയ കുസൃതി പായസം, ചെറുമണി മുത്തുകൾ എന്നീ പുസ്തകങ്ങളുടെ കവർ പേജ് ഏറ്റുമാനൂർ പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങിൽ സിനിമാ സീരിയൽ താരം ബിജോ കൃഷ്ണൻ പ്രകാശനം ചെയ്തു. പുസ്തക പ്രകാശനം ഫെബ്രുവരി 15 രാവിലെ 10 ചൂരക്കുളങ്ങര NSS കരയോഗം ഹാളിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ സുമയ്യ തയ്യത്ത് നിർവഹിക്കും. പഠനകാലത്ത് കവിതകളും കഥകളും എഴുതിയിരുന്ന കുമ്മനം ഗോപാലകൃഷ്ണ പണിക്കർ ജില്ലാ സപ്ലൈ ഓഫീസറായാണ് വിരമിച്ചതിനുശേഷം പുസ്തകരചനയിലേക്ക് പൂർണ്ണമായും തിരിയുകയായിരുന്നു. കോഴിക്കോട് സുഗതകുമാരി സാഹിത്യവേദി 2022 സംഘടിപ്പിച്ച സംസ്ഥാനതല കവിതാ മത്സരത്തിൽ കൃഷ്ണവനത്തിൻ്റെ തായ്മരം എന്ന കവിതയ്ക്ക് അവാർഡ് ലഭിച്ചു. മലയാള മനോരമ സംഘടിപ്പിച്ച പേരന്റ് ലെറ്റർ മത്സരത്തിലെ വിജയിയായി. മലയാള സാഹിത്യത്തിലെ അക്ഷരഗുരുവായ C. രാധാകൃഷ്ണനാണ് ചെറുമണി മുത്തുകൾ എന്ന പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത്. ചടങ്ങിൽ ഡോക്ടർ ഗോപാലകൃഷ്ണൻ നായർ ശങ്കരമംഗലം, കരയോഗം സെക്രട്ടറി PR ഉണ്ണികൃഷ്ണൻ, കവിയും എഴുത്തുകാരനുമായ ഗോപാൽ അമ്പാട്ട്, പ്രോഗ്രാം കോർഡിനേറ്റർ രാമചന്ദ്രൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. എൻ്റെ 2 പുസ്തകങ്ങൾ, ഒന്ന് കുസൃതി പായസം, 2 ചെറുമണി മുത്തുകൾ. ഈ കുസൃതി പായസത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് അജയ്കുമാർ RMS, ബാലസാഹിത്യ നോമിനേഷൻസ് അവാർഡ് കിട്ടിയ അജയ്കുമാർ RMS ആണ്. നമ്മുടെ മലയാളത്തിൻ്റെ അക്ഷരഗുരു ശ്രീ C. രാധാകൃഷ്ണൻ സാറാണ് ചെറുമണി മുത്തുകൾ എന്ന പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത്. ഈ 2 പുസ്തകം എഴുതാനുള്ള കാരണങ്ങൾ, ഞാനൊരു സർക്കാർ സർവീസിലിരിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് എഴുത്തിൽ നിന്നും കുറേയധികം കാലം വിട്ടു നിൽക്കേണ്ടി വന്നു. കോളേജ് പഠനകാലത്ത് ധാരാളമായിട്ട് എഴുതുകയും കോളേജ് മാഗസിനിലും മറ്റ് ചില പ്രസിദ്ധീകരണങ്ങളിലൊക്കെ കഥകൾ, കവിതകളൊക്കെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു നോവലും കോട്ടയം ബെസേലിയസ് കോളേജിലെ ബെസേലിയൻ മാഗസിനിൽ നിന്ന് അച്ചടിച്ച് പ്രകാശനം ചെയ്തിട്ടുണ്ട്. ചെറിയ കഥകൾ, കവിതകൾ ഇതെല്ലാം അതിനകത്ത് വന്നിട്ടുള്ളതാണ്. 20 വയസ്സിൽ സർക്കാർ സർവീസിൽ കയറിയതിന് ശേഷം സർക്കാർ സർവീസിൻ്റെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വന്നപ്പോഴത്തേക്ക് എഴുത്തിൽ നിന്നൊക്കെ വിട്ടുതിരിഞ്ഞു. പിന്നെ സംഘടനാ രംഗത്തൊക്കെ ആയിട്ട് ഉറച്ചു നിന്നു. റിട്ടയർമെൻറ്റിന് ശേഷമാണ് പിന്നെ ഒരു എഴുത്തിനെ പറ്റിയുള്ള ചിന്ത മനസ്സിൽ വരുന്നത്. i4e ന്യൂസ്, ഏറ്റുമാനൂർ.